നമസ്കാരം. ഗാന്ധി പാരമ്പര്യം തട്ടിയെടുത്ത് ഭാരതത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിയിലും സർക്കാരിലും സർവാധികാരികളായി മാറുകയും രാജ്യാധികാരം പരമ്പരകളിലേക്ക് കൈമാറുകയും ചെയ്ത ചരിത്രമാണ് നെഹ്റു കുടുംബത്തിനുള്ളത്. സ്വത്തുക്കളും അധികാരവും പാരമ്പര്യമായി കൈമാറുന്നതും മോത്തിലാൽ നെഹ്റുവിന്റെ കാലം മുതൽ നെഹ്റു കുടുംബാംഗങ്ങളുടെ സ്വഭാവമാണെന്നും ഏവർക്കും അറിയുന്ന കാര്യം തന്നെ. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ശതകോടികളുടെ സ്വത്ത് പിതൃസ്വത്ത് പോലെ അടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇപ്പോഴത്തെ ഗാന്ധി കുടുംബാംഗങ്ങൾ. ഈ കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി നടക്കുന്നവരാണ്. തലമുറയായി ലഭിച്ച സ്വത്തുക്കളും ഭരണാധികാരവും മക്കൾക്കും കൊച്ചുമക്കൾക്കും കൈമാറിയ നെഹ്റു കുടുംബം പക്ഷേ അധികാരത്തിലെത്തിയപ്പോഴെല്ലാം രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദാഹരണമാണ് 1953 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന എസ്റ്റേറ്റ് നിയമം അഥവാ ഡെത്ത് ടാക്സ് എന്ന വിളിപ്പേരുണ്ടായിരുന്ന പാരമ്പര്യ സ്വത്ത് നികുതി. 1985 ഈ നികുതി നിയമം കേന്ദ്ര സർക്കാർ പിൻവലിച്ചെങ്കിലും 40 വർഷങ്ങൾക്കിപ്പുറവും നെഹ്റു കുടുംബത്തിന്റെ പുതുതലമുറക്കാർ പാരമ്പര്യ സ്വത്ത് നികുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. സമ്പന്നരുടെ സ്വത്ത് വീതം വെച്ച് നൽകണമെന്ന അപ്രായോഗികമായ മാവോയിസ്റ്റ് ആശയങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ്. പരമ്പരാഗത സ്വത്ത് നികുതി പുനഃസ്ഥാപിക്കാനുള്ള കോൺഗ്രസ് നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നുകാട്ടിയതോടെയാണ് ദേശീയ തലത്തിൽ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുന്നത്. എന്താണ് പരമ്പരാഗത സ്വത്ത് നികുതി? 1953 പാർലമെന്റ് പാസാക്കിയ എസ്റ്റേറ്റ് ഡ്യൂട്ടി നിയമപ്രകാരം പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്ത് വകകൾക്ക് 20 ലക്ഷത്തിന് മുകളിൽ മൂല്യമുണ്ടെങ്കിൽ 85% നികുതി സർക്കാരിന് നൽകണമെന്നായിരുന്നു. സ്ഥാവര ജംഗമ വസ്തുക്കൾ, കൃഷിഭൂമിയടക്കം ചേർത്തായിരുന്നു നികുതി നൽകേണ്ടിയിരുന്നത്. ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ പേരിലുള്ള വസ്തുവകകൾ മക്കൾ അനുഭവിക്കണമെങ്കിൽ വൻ തുക നികുതി അടയ്ക്കേണ്ടതായിരുന്നു അവസ്ഥ. അന്നത്തെ വിപണി വില അനുസരിച്ച് നികുതി കണക്കാക്കും. കാലാകാലങ്ങളിൽ ഈ നികുതിക്കെതിരെ വലിയ എതിർപ്പുകൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഈ നിയമം രാജീവ് ഗാന്ധി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ് 1985 പിൻവലിച്ചത്. ജവഹർലാൽ നെഹ്റു ഈ നിയമം രാജ്യത്ത് നടപ്പാക്കിയെങ്കിലും 1985 നിയമം പിൻവലിക്കപ്പെടുമ്പോൾ നെഹ്റു കുടുംബത്തിന് പ്രയോജനങ്ങളുണ്ടായി എന്നാണ് രേഖകൾ. 1981 കണക്കുകൾ പ്രകാരം ഇന്ദിരാഗാന്ധിയുടെ വിൽപത്ര പ്രകാരമുള്ള പരമ്പരാഗത സ്വത്തുമൂല്യം 21 ലക്ഷം രൂപയിലധികമായിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വരുൺ ഗാന്ധി എന്നീ കൊച്ചുമക്കൾക്കായാണ് ഇന്ദിര വിൽപത്രം എഴുതിയത്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. തൊട്ടടുത്തുള്ള വർഷമാണ് പാരമ്പര്യ സ്വത്ത് നികുതി നിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ധനമന്ത്രി VP സിംഗ് ആണ് നിയമം പിൻവലിച്ചത്. എന്നാൽ നിയമത്തിന് 1984 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകിയതോടെ ഇന്ദിരാഗാന്ധി കൊച്ചുമക്കൾക്ക് നൽകിയ സ്വത്തുക്കൾക്ക് എസ്റ്റേറ്റ് നികുതി നൽകേണ്ടി വന്നില്ല. 1981 തയ്യാറാക്കിയ വിൽപത്രം 1985 മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. 1985 പിൻവലിച്ച പാരമ്പര്യ സ്വത്ത് നികുതി തിരികെ കൊണ്ടുവരാൻ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടന്നത്. 2011 നടന്ന പ്ലാനിംഗ് കമ്മീഷൻ യോഗത്തിൽ അന്നത്തെ ധനമന്ത്രി P. ചിദംബരം ഈ നികുതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പദ്ധതിയേതര ചെലവുകൾ കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിയിൽ പാരമ്പര്യ നികുതി വീണ്ടും നടപ്പാക്കണമെന്നായിരുന്നു ചിദംബരത്തിന്റെ നിർദ്ദേശം. 2013 ബജറ്റ് അവതരണത്തിന് മുമ്പായി നടന്ന ഒരു പരിപാടിയിൽ പാരമ്പര്യ സ്വത്ത് നികുതി സംബന്ധിച്ച ചർച്ച ആവശ്യമാണെന്നും ചിദംബരം പറഞ്ഞിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ വ്യക്തികളുടെ സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചത്. പാരമ്പര്യ സ്വത്തിൽ കൈവയ്ക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം BJP തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി മാറ്റിയതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി മാറുകയായിരുന്നു.